അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്നേഹധാരികളായ കൂട്ടുകാരെ, അറിവും ആനന്ദവും പെയ്തിറങ്ങുന്ന വർണ്ണപ്പകിട്ടാർന്നമായ ഈ ദക്ഷിണയുടെ വേദിയിൽ ചെറിയൊരു കഥ പറയാനാണ് ഞാനിവിടെ വന്നത്. പ്രവാചക ചരിത്രത്തിലെ പ്രസിദ്ധമായ ഹിജറക്ക് മുമ്പുണ്ടായ ചെറിയൊരു സംഭവ ബഹുലമായ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നുള്ള ചെറിയൊരു കഥയുടെ പേര് പ്രവാചകൻ പ്രശ്നപരിഹാര കോടതി. പണ്ട് അറബികൾക്കിടയിൽ തൻ പൊരുമയും തറവാട് മഹിമയും ഗോത്ര സമവാക്യങ്ങളും കൊണ്ട് കോടി കുത്തി വാണിടുന്ന കാലം. ഞങ്ങളാണ് ഉന്നതരെന്നും മഹത്വമുള്ള ഗോത്രക്കാരെന്നും ഓരോരുത്തരും മേനിനടിക്കുകയും അതിനുവേണ്ടി സംഘർഷങ്ങൾ വരെ പതിവാക്കിക്കൊണ്ടിരുന്ന മക്കൾക്കാർക്കിടയിൽ അങ്ങനെ ഒരു ദിവസം വലിയൊരു തർക്കം ഉടലെടുത്തു. മക്കയിലുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കത്തിൽ കഅബാലയത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും കഅബ പുതുക്കി പണിയാൻ മക്കക്കാർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കഅബ പുതുക്കി പണിയാൻ അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എല്ലാവരും പങ്കാളികളായി. ചിലർ കല്ല് ചുമക്കുന്നു, മറ്റു ചിലർ മണ്ണ് കൊണ്ടുവരുന്നു, ചിലർ ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു, പടവറിയുന്നവർ ഭംഗിയായി പടുക്കുന്നു. അങ്ങനെ കഅബയുടെ പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. കഅബയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സ്വർഗീയ കല്ലായ ഹജറുൽ അസ്വദ് അതിൻ്റെ യഥാസ്ഥാനത്ത് ആര് സ്ഥാപിക്കും? അവർക്കിടയിൽ തർക്കമായി. ഞങ്ങളാണ് അത് വെക്കാൻ ഉന്നതരെന്ന് ഓരോ ഗോത്രക്കാരും വാശി പിടിച്ചു. ഞാൻ വെക്കാം ആരും വിട്ടുകൊടുത്തില്ല. പലരും പല ആശയങ്ങളും മുന്നോട്ട് വെച്ചു. ആരും സ്വീകരിച്ചില്ല. തർക്കം മൂർച്ഛിച്ചൊരു കലാപത്തിലേക്ക് പോകുന്ന ഘട്ടം വന്നപ്പോൾ കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ ഒരാശയം മുന്നോട്ട് വെച്ചു. ഇനി ആദ്യം കഅബയിലേക്ക് ആരാണ് വരുന്നത്? ആളെ നമുക്ക് മധ്യസ്ഥനാക്കി ആള് എന്ത് പോയി പറയുകയാണേലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവണം. ആരാണ് ഇനി ആദ്യം കഅബയിലേക്ക് വരുന്നത്? എല്ലാവരും വയ്യോരത്തേക്ക് കണ്ണു നട്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ഒരു ചൊറുക്കുള്ള ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. ആരാണത്? എല്ലാവരും അയാളെ തന്നെ നോക്കിയിരുന്നു. എടുത്തെത്തിയപ്പോഴല്ലേ അവിടെ കൂടി നിന്നവരുടെ കണ്ണുകൾ ആഹ്ലാദം കൊണ്ട് നിറഞ്ഞത്. ഹാവു, സമാധാനമായി, നമ്മുടെ അൽ അമീനല്ലേ വരുന്നത്, ഏവർക്കും പ്രിയപ്പെട്ട ഒരാൾ. അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം മുത്തുനബിയോട് വിശദീകരിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിരിപ്പ് കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ആ വിരിപ്പിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപൂർവ്വം ഹജറുൽ അസ്വദ് അതിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് ഓരോ അറ്റം പിടിച്ചു പൊന്തിക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കരങ്ങളാൽ അത് അതിൻ്റെ യഥാസ്ഥാനത്ത് വെക്കുകയും ഇത്രയും കെട്ട് പിരിഞ്ഞു കിടന്നിരുന്ന പ്രശ്നം എത്ര നിസ്സാരമായിട്ടാണ് പരിഹരിച്ചത് മുത്തുനബി. നോക്കൂ കൂട്ടുകാരെ, എന്ത് കൊന്ന പ്രശ്നങ്ങൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉത്തമ മാതൃകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാം.